സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അർബുദ പരിശോധനാ സംവിധാനമാണ് ക്യാൻസർ സുരക്ഷിത കേരളം എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അർബുദ പരിശോധനാ സംവിധാനമാണ് ക്യാൻസർ സുരക്ഷിത കേരളം. അത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലെ, ക്യാൻസർ, അർബുദം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആരോഗ്യ പദ്ധതികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിദ്യാഭ്യാസ പദ്ധതികളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ഒക്കെ സന്ദർശിക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിൽ ഇടുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ പദ്ധതികളാണ്. വിദ്യാഭ്യാസ പദ്ധതികൾ നമ്മുടെ PSC പരീക്ഷയ്ക്ക് ഇങ്ങനെ എടുത്തു തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. കുട്ടികളുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിട്ടുള്ളതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏത്, അല്ലെങ്കിൽ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്, അതുപോലെ തന്നെ ഏത് വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എടുത്തു പറയുകയാണ് വിദ്യാഭ്യാസ പദ്ധതികളെന്ന്. നമ്മുടെ ഈ കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ പ്രത്യേകം കൊടുത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ പദ്ധതികളെന്ന്. ഒരുപക്ഷെ ഇത് ഒരു ക്ലൂ ആകാം. നാളത്തെ പരീക്ഷയിൽ അങ്ങനെയായിരിക്കും. താഴെ കൊടുത്തിട്ടുള്ളതിൽ വിദ്യാഭ്യാസ പദ്ധതികൾ ഏത് എന്നും പറഞ്ഞ് വേണം ചോദിക്കാം. അല്ലെങ്കിൽ വനിതകളുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്, അല്ലെങ്കിൽ പട്ടിക വിഭാഗങ്ങൾക്കായുള്ള പദ്ധതികൾ ഏത്, അല്ലെങ്കിൽ വനവൽക്കരണ പദ്ധതികൾ ഏത്, ഇങ്ങനെ ഒരു ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. കേരളത്തിൽ വിദ്യാഭ്യാസ പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അതിലാദ്യം നമ്മൾ പഠിക്കുന്നത് ഈ കേരളം എന്നുള്ള പദ്ധതിയാണ്. വിദ്യാഭ്യാസ പദ്ധതി ഈ കേരളം. എന്താണ് ഈ കേരളം? കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ കേരളം. അപ്പോൾ എന്താണ് ഈ കേരളം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് ഈ കേരളം? നിങ്ങൾ കണ്ണടച്ചൊന്ന് കേൾക്കുക. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ കേരളം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. അടുത്തത് ശ്രുതിപാഠം. അല്ലെ, ശ്രുതിപാഠം എന്താണ്? ആ പാഠം എന്നൊക്കെ ഉള്ളത് കൊണ്ട് അല്ലെ, വിദ്യാഭ്യാസമായിട്ട് കണക്റ്റഡ് ആണ്. കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് SCERT ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതിപാഠം അല്ലെ. അപ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ കേട്ട് പഠിക്കുക എന്നുള്ളത്. ശ്രുതി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേൾവിയായിട്ട് ബന്ധപ്പെട്ട പദമാണല്ലോ ശ്രുതി. അപ്പോൾ ശ്രുതിപാഠം കേട്ട് പഠിക്കുക എന്ന് ഓർത്താൽ മതി. ശ്രുതിപാഠം അല്ലെ, ഓഡിയോ രൂപത്തിൽ പഠിക്കുക എന്ന് നമ്മൾ കീവേഡ് സെറ്റ് ചെയ്യുക. ശ്രുതിപാഠം. അപ്പോൾ എന്താണ് ശ്രുതിപാഠം? കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് SCERT ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതിപാഠം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരളം എന്താണ്? കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ കേരളം. ശ്രുതിപാഠം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തതാണ് ഏത് മേഖലയുടെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ചായം എന്ന് പറയുന്നത് അല്ലെ. ചായം അത് അങ്കണവാടികളുടെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് അല്ലെ. നിങ്ങൾ അമ്മമാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അങ്കണവാടിയിൽ കുട്ടികളെ ആക്കാൻ പോകുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ഇനി പോകുമ്പോൾ ആലോചിക്കുക, ഈ അങ്കണവാടികളുടെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി ചായം എന്നൊരു പരിപാടി അല്ലെ. അവിടെ തന്നെ ഉണ്ട് മുഖച്ഛായ മാറ്റാൻ വേണ്ടിയിട്ട് ചായം എന്നൊരു പരിപാടി അല്ലെ. ചായം എന്നൊരു പരിപാടി അങ്കണവാടികൾക്കുണ്ട്. അപ്പോൾ ചായമടിച്ച് മുഖച്ഛായ മാറ്റുകയാണ് അങ്കണവാടികളുടെ. എന്താണ്? ചായമടിച്ച് മുഖച്ഛായ മാറ്റുകയാണ് അങ്കണവാടികളുടെ. അപ്പോൾ അത് കണക്റ്റഡ് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ചായം എന്നൊരു പദ്ധതി നിങ്ങൾ കേൾക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ മുഖച്ഛായ മാറ്റാനുള്ള പദ്ധതിയാണ് അല്ലേ. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ്, അങ്ങനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ ആ അങ്കണവാടികളുടെ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റാനുള്ള ഒരു പദ്ധതിയാണ് ചായം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നോക്കുക. 17ാം നൂറ്റാണ്ടിലെ കേരളത്തെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങളുടെ ശേഖരണത്തിനായി നെതർലൻഡ്സും ഇന്ത്യയും ചേർന്ന് ആരംഭിക്കാൻ തീരുമാനിച്ച ഗവേഷണ പദ്ധതിയാണ് കോസ്മോസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഈ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തോ ഒരു കൊളാബറേഷൻ അല്ലെ. മലബാറിക്കസ് നെതർലാൻഡ്. നമുക്ക് ഹോർത്തൂസ് മലബാറിക്കസ് പഠിച്ചിട്ടുള്ള നമുക്കറിയാം. ഇത് നെതർലാൻഡുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട് അല്ലെ, മലബാറിക്കസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനൊരു ക്ലൂ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. മലബാറിക്കസ്, കോസ്മോസ് മലബാറിക്കസ് എന്ന് കേൾക്കുന്നതിനെ നെതർലാൻഡ്സുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഇനി നോക്കുക, 17ാം നൂറ്റാണ്ടിലെ കേരളത്തെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങളുടെ ശേഖരണത്തിനായി നെതർലൻഡ്സും ഇന്ത്യയും ചേർന്ന് ആരംഭിക്കാൻ തീരുമാനിച്ച ഗവേഷണ പദ്ധതിയാണ് കോസ്മോസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. കോസ്മോസ് മലബാറിക്കസ്. അപ്പോൾ എന്താണ് കോസ്മോസ് മലബാറിക്കസ്? 17ാം നൂറ്റാണ്ടിലെ കേരളത്തെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങളുടെ ശേഖരണത്തിനായി നെതർലൻഡ്സും ഇന്ത്യയും ചേർന്ന് ആരംഭിക്കാൻ തീരുമാനിച്ച ഗവേഷണ പദ്ധതിയാണ് കോസ്മോസ് മലബാറിക്കസ് അല്ലെ. നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസും ഈ ഡച്ചുകാരുടെ തന്നെ, അല്ലെങ്കിൽ നെതർലൻഡ്സ് ആണല്ലോ ഡച്ചുകാരെന്നറിയപ്പെടുന്നത്. ഡച്ചുകാരുടെ തന്നെ സംഭാവനയാണല്ലോ.
അപ്പോൾ ഓർക്കുക, അടുത്തത് ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന സംസ്ഥാന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാ തരംഗിണി. അല്ലെ, കേട്ടിട്ട് കൊതിയാവുന്നു അല്ലെ? പുതിയൊരു മൊബൈൽ ഇതുവഴി നമുക്കും കിട്ടിയിരുന്നെങ്കിലെന്ന് ആലോചിക്കുന്നവരുണ്ടാവും ഇത് കേൾക്കുമ്പോൾ അല്ലെ. എന്താണ് ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ അല്ലെ, അതാണ് അട്രാക്ഷൻ അല്ലെ. പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന സംസ്ഥാന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് അല്ലെ. അപ്പൊ ഏതാണ് സഹകരണ വകുപ്പിന്റെ പദ്ധതി? എന്താണ്? ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന സംസ്ഥാന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാ തരംഗിണി അല്ലെ. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാരുടെ ശ്രദ്ധയ്ക്ക്, ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനൊരു പദ്ധതി സഹകരണ വകുപ്പിനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫോൺ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ട് ഇങ്ങനെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുക. വിദ്യാ തരംഗിണി എന്നൊരു പദ്ധതി അവിടെയുണ്ട്. അതിന് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണം? സംസ്ഥാന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിത് പ്രായോഗികതയുമായി കണക്ട് ചെയ്ത് പറയുന്നത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു പദ്ധതി നമുക്ക് നോക്കാം. കോവിഡ് മൂലം സ്കൂളുകൾ അടച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം പദ്ധതി എന്ന് പറയുന്നത്. ഇത് ആ ഒരു സമയത്തുണ്ടായിരുന്നില്ല. കുട്ടികൾ ബോറടിച്ച്, സ്കൂളൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അല്ലെ. അപ്പോൾ ആകെ ബോറടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഈ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിരുന്ന ഒരു പദ്ധതിയായിരുന്നു അക്ഷരവൃക്ഷം എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെ. അപ്പോൾ ആ ഒരു പദ്ധതിയെക്കുറിച്ച് അന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കോവിഡ് മൂലം സ്കൂളുകൾ അടച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു അക്ഷരവൃക്ഷം പദ്ധതി. അടുത്തത് കോവിഡ്-19 സാഹചര്യത്തിൽ സുഗമമായ പഠനത്തിനായി KSFE നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാ സഹായി. ഇത് KSFEയുടെ പദ്ധതിയാണ് കേട്ടോ. KSFEയുടെ പദ്ധതിയാണ് വിദ്യാ സഹായി അല്ലെ. KSFE കുട്ടികളെ സഹായിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അല്ലെ. വിദ്യാ സഹായി. കോവിഡ്-19 സാഹചര്യത്തിൽ സുഗമമായ പഠനത്തിനായി KSFE അല്ലെ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയാണ് വിദ്യാ സഹായി എന്നൊരു പദ്ധതി അല്ലെ. ഇനി അടുത്തത് വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതിയാണ് വിദ്യാശ്രീ. അപ്പൊ വെറുതെ സഹായിക്കാൻ ഇറങ്ങിയതല്ല നമ്മുടെ KSFE അല്ലെ. എന്തുകൂടെ കൊടുക്കുന്നുണ്ട്? ലാപ്ടോപ്പ് കൂടെ നൽകുന്നുണ്ട്. അപ്പൊ KSFE ഇനി കോവിഡുമായിട്ട് ബന്ധപ്പെട്ട്, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് KSFEക്ക് 2 പദ്ധതി ഉണ്ടെന്ന് ഓർക്കുക. ഒന്ന് വിദ്യാ സഹായി അല്ലെ. എങ്ങനെയാണ് സഹായിക്കുന്നത്? വിദ്യാശ്രീ പദ്ധതിയിലൂടെ ലാപ്ടോപ്പ് നൽകിക്കൊണ്ട് അല്ലെ. വിദ്യാസഹായിയും വിദ്യാശ്രീയും, വിദ്യാസഹായിയും വിദ്യാശ്രീയും നിങ്ങൾ എഴുതി വെക്കുക. റിഫ്രഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പം നമുക്ക് അടുത്ത പ്രോജക്റ്റ് നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും പരീക്ഷ നമ്മളുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പിലുമായിട്ട് നടത്താറുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. പ്ലേലിസ്റ്റ് സന്ദർശിച്ച് ഇതേ പുസ്തകത്തിലെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യ അല്ലെ. നൈപുണ്യ എല്ലാവരും ഈ തൊഴിൽ പരിശീലന പദ്ധതികൾക്ക് എപ്പോഴും നൈപുണ്യ എന്നൊരു പേരാണ് വരുന്നത് അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നൈപുണ്യ, പ്രത്യേകിച്ച് യുവാക്കളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തൊഴിൽ പരിശീലന പദ്ധതികൾക്ക് നൈപുണ്യ എന്ന് കണ്ടാലേ നിങ്ങൾ ഓർക്കുക ഇതൊരു തൊഴിൽ പരിശീലന പദ്ധതിയാണ് എന്ന് നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. സംസ്ഥാനത്തെ ഇതെവിടെയാണ്? ഹയർ സെക്കൻഡറി ആണ്, +2 വിദ്യാർത്ഥികൾക്ക് അല്ലെ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യ എന്ന് പറയുന്ന പദ്ധതി. ഇനി കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൈറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും. കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കൈറ്റ് എന്ന് പറയുന്ന പദ്ധതി. കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കുക എന്ന് പറഞ്ഞാലല്ലേ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുക. അങ്ങനെ കൈറ്റ് അല്ലെ, പട്ടം എന്നർത്ഥം ഉണ്ടല്ലോ കൈറ്റിന്. അങ്ങനെ പട്ടം പോലെ പറന്ന് ഏറ്റവും ടോപ്പിലേക്ക് എത്തുക, അതാണ് കൈറ്റ് എന്ന് പറയുന്ന പദ്ധതി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു പദ്ധതി നമുക്ക് നോക്കാം. കണ്ട, വയോജനങ്ങൾ ഇരുന്ന് പഠിക്കുകയാണ്. അവിടെ ആ പിക്ചറാണ് നിങ്ങൾ കാണുന്നത്, വയോജനങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നോക്കുക എന്താണ് സംഭവം നോക്കുക. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ, ഇത് നോക്കണം, സാക്ഷരതാ മിഷനാണ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം എന്ന് പറയുന്ന പദ്ധതി. നിങ്ങളുടെ പഞ്ചായത്തിലും ഉണ്ട് ഈ പദ്ധതി, അതുല്യം എന്ന് പറയുന്ന പദ്ധതി അല്ലെ. എന്താണ്? സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുല്യം പദ്ധതി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം പദ്ധതി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഭിന്നശേഷി
ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാജ്യോതി. അല്ലെ, നല്ലൊരു പദ്ധതിയാണ് അല്ലെ. നോക്കിയേ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാജ്യോതി എന്ന് പറയുന്ന പദ്ധതി. വളരെ നല്ലൊരു പദ്ധതിയാണ് വിദ്യാജ്യോതി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ വിദ്യാജ്യോതി എന്ന് എഴുതുക, എന്നിട്ട് നിങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ മാത്രം ഒന്ന് റിഫ്രഷ് ചെയ്യുക. സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്, അല്ലെ, അങ്ങനെ നിങ്ങൾ പണ്ട് പരസ്യം ടി വിയിലൊക്കെ കാണുമായിരുന്നു, പൊതുവിദ്യാഭ്യാസ യജ്ഞം അല്ലെ. അതിന് നൽകിയിട്ടുള്ള പുതിയ പേരാണ് വിദ്യാകിരണം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന് പറയാറില്ല. അതിന്റെ പദ്ധതിയുടെ പേരെന്താക്കി മാറ്റി, വിദ്യാകിരണം പദ്ധതിയാണ്. സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് നൽകിയിട്ടുള്ള പുതിയ പേരാണ് വിദ്യാകിരണം എന്ന് പറയുന്നത്, വിദ്യാകിരണം പദ്ധതി. കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടിയാണ് വിദ്യാരംഭം എന്ന് പറയുന്നത്, വിദ്യാരംഭം. അപ്പോൾ ഓർക്കുക, കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടിയാണ് വിദ്യാരംഭം. കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടിയാണ് വിദ്യാരംഭം എന്നറിയപ്പെടുന്നത്. അടുത്ത പദ്ധതി നോക്കാം നമുക്ക്. അടുത്ത പദ്ധതി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നൊരു പദ്ധതിയാണ്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് അല്ലെ. ക്യാമ്പസ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം എവിടെയാണ് അല്ലെ, കലാലയങ്ങളിലാണ്, കോളേജിലാണ് അല്ലെ. സ്കൂളുകളെയും കലാലയങ്ങളെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. അപ്പോൾ ക്യാമ്പസ് എന്ന് കേൾക്കുമ്പോൾ കലാലയം മാത്രമല്ല കേട്ടോ, സ്കൂളുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളുകളെയും കലാലയങ്ങളെയും ലഹരി വിമുക്തമാക്കുക അല്ലെ, ലഹരി വിമുക്തമാക്കുക, അതാണ് എൻ്റെ കീ. വെറുതെ ക്ലീൻ ചെയ്ത് അവിടുത്തെ അഴുക്കൊക്കെ കളയുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ക്ലീൻ എന്ന വാക്കുമുണ്ട്, അതേപോലെ സേഫ് എന്ന വാക്കുമുണ്ട്. എന്താ, ലഹരിയിൽ നിന്നാണ് മോചിപ്പിക്കേണ്ടത് അല്ലെ. ലഹരിയാണ് അവിടെ ക്ലീൻ ചെയ്ത് മാറ്റേണ്ടത്, അങ്ങനെ ആലോചിക്കണം. അപ്പോൾ ആ ക്യാമ്പസിൽ നിന്ന് ലഹരിയാണ് മാറ്റേണ്ടത്. ക്യാമ്പസുകളെ അല്ലെങ്കിൽ സ്കൂളുകളെയും കലാലയങ്ങളെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത് കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കേട്ടോ. കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഇനി നിങ്ങൾ ഓർക്കുക, ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന് ഓർക്കുമ്പോൾ ക്ലീൻ അല്ലെ, ക്യാമ്പസ് വൃത്തിയായി സൂക്ഷിക്കുന്നതിനല്ല, ശരിക്കും എന്താണ്, ലഹരി വിമുക്തമാക്കുന്നതിനാണെന്ന് ഓർക്കണം. അതേപോലെ സേഫ് ആക്കുന്നതിനാണെന്ന് ഓർക്കണം, സേഫ് ക്യാമ്പസ്. അടുത്തത് സംസ്ഥാന ആയുർവേദ വകുപ്പാണ് കേട്ടോ. ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിക്ക് നൽകിയ പേരാണ് ബാലമുകുളം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചല്ലേ, ബാലമുകുളം പദ്ധതി. അപ്പോൾ എന്താണ്, ഇത് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ന് നമ്മൾ പഠിച്ചു. ബാലമുകുളം, ഞങ്ങൾക്കല്ലേ ബാലന്മാർ സ്കൂളിലാണ് കാണുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുട്ടികൾ സ്കൂളിലാണ് കാണുന്നത്, അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു, ബാലമുകുളം പദ്ധതി. അപ്പോൾ അത് ശരിക്കും അതാരാണ് അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് വെച്ചാൽ ആയുർവേദ വകുപ്പാണ്. ആയുർവേദ വകുപ്പ്, സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിക്ക് നൽകിയ പേരാണ് ബാലമുകുളം എന്ന് പറയുന്ന പദ്ധതി. ഇനി പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരെ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് എന്ന് പറയുന്ന പദ്ധതി അല്ലെ. ഇപ്പൊ പെൺമക്കളുള്ള ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് കരുത്ത് എന്നൊരു പദ്ധതി അല്ലെ നമ്മുടെ സ്കൂളുകളിലുണ്ട്. അതിൽ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ പെൺകുട്ടികളുള്ള അമ്മമാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. ഏതാണ് ആ പദ്ധതിയുടെ പേര്? കരുത്തെന്നാണ് അല്ലെ. കരുത്ത്. ഈ ആയോധന കലകളൊക്കെ കൊടുക്കുമ്പോൾ ഓൾറെഡി അവർ കരുത്ത് അല്ലെ, ഫിസിക്കലി കരുത്തുള്ളവരായിട്ട് മാറുന്നു, മെന്റലിയും അവർ കരുത്തുള്ളവരായിട്ട് മാറുന്നു. അപ്പം നോക്കുക, അപ്പം എന്താണ് കരുത്ത് എന്ന് മനസ്സിലായല്ലോ. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരെ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് എന്ന് പറയുന്നത്. കരുത്ത്. അടുത്തൊരു പദ്ധതി നമുക്ക് നോക്കാം. കുട്ടികൾക്കിടയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വീക്കാൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോൾ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് 3 പദ്ധതി പഠിച്ചു. ഒന്ന് സുബോധം എന്ന് പഠിച്ചു അല്ലെ. എന്താണ് സുബോധം എന്ന് പഠിച്ചു നമ്മൾ അല്ലെ. ഇപ്പം അതിനുശേഷം നമ്മൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പഠിച്ചു. ഇപ്പം നമ്മൾ വീക്കാൻ എന്നൊരു പദ്ധതി പഠിക്കുകയാണ്. വീക്കാൻ എന്താണ്? വീക്കാൻ നമുക്ക് കഴിയും അല്ലെ എന്നുള്ള രീതിയിൽ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വീക്കാൻ എന്ന് പറയുന്നത്. കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വീക്കാൻ എന്ന് പറയുന്നത്. പദ്ധതികൾ എന്തായാലും നിങ്ങളുടെ PSC പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഈ ക്ലാസ്സിലും പഠിച്ച പദ്ധതികൾ റിവിഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്.
വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അല്ലെ IT എന്ന് പറയും, ഇൻഫർമേഷൻ ടെക്നോളജി. വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി അധ്യയന രീതി പുനരാവിഷ്കരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് IT at സ്കൂൾ അല്ലെ. പിന്നീട് അത് കൈറ്റ് ആയിട്ട് മാറി. ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ രംഗം ആധുനികവൽക്കരിക്കുന്നതിന് തുടങ്ങിയതാണ് കൈറ്റ് എന്ന് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു അല്ലെ. അപ്പൊ ആ കൈറ്റ് എന്ന് പറയുന്ന പദ്ധതി ആദ്യം ഏത് പേരിലാണ് അറിയപ്പെട്ടത്? IT at സ്കൂൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെ. IT at സ്കൂൾ. IT at സ്കൂൾ എന്ന് പറയുന്നത് പിന്നീട് ഇപ്പോൾ കൈറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്, കൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് IT at സ്കൂൾ അല്ലെങ്കിൽ കൈറ്റ്? വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ IT അല്ലെ, IT എനേബിൾഡ് ആണ്. വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി അധ്യയന രീതി പുനരാവിഷ്കരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയായിരുന്നു IT at സ്കൂൾ എന്ന് പറയുന്നത്. പിന്നീട് കൈറ്റായി മാറി. അടുത്തത്, പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നവപ്രഭ എന്ന് പറയുന്നത്. അപ്പോൾ നവപ്രഭ എന്ന് കേൾക്കുമ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ അത് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് നവപ്രഭ എന്ന് പറയുന്ന പദ്ധതി വരുന്നത്, 9ാം ക്ലാസ്സുകളിലെ കുട്ടികൾക്ക്. അപ്പം നോക്കുക, പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നവപ്രഭ എന്ന് പറയുന്ന പദ്ധതി അല്ലെ. 9ാം ക്ലാസ്സിലെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് പക്കയാക്കിയിട്ട് അവരെ 10ലേക്ക് എത്തിക്കുകയാണെങ്കിൽ പിന്നീട് അല്ലെ നമുക്ക് മികച്ച ഒരു റിസൾട്ട് നമുക്ക് 10ൽ അവർക്ക് കിട്ടും അല്ലെ. അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നവപ്രഭ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് നവപ്രഭ. ഇനി അടുത്തത് സ്മൈൽ അല്ലെ. സ്മൈൽ പദ്ധതിയാണ്. എന്താണ് സ്മൈൽ പദ്ധതി എന്ന് നമുക്ക് നോക്കാം. സ്മൈൽ അല്ലെ, പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സ്പോർട്സ് അവസരം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സ്പോർട്സ് അവസരം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതിയാണ് സ്മൈൽ പദ്ധതി എന്ന് പറയുന്നത്. ഇത് സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ലീപ് ടു എക്സലൻസ് എന്നാണ് ഈ പദ്ധതിയുടെ സ്മൈൽ എന്നതിന്റെ മുഴുവൻ പേര്. എന്താണ് സ്മൈൽ? സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ ലീപ് ടു എക്സലൻസ് എന്നാണ് അതിന്റെ മുഴുവൻ പേര്. അങ്ങനെ ആ ഒരു ഡെഫിനേഷൻ കൂടെ ഒന്ന് നോക്കി വെക്കുക, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വിപുലീകരിച്ചിരുന്നത് കൂടെ ഓർത്ത് വെക്കുക. സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ ലീപ് ടു എക്സലൻസ്, അതാണ് സ്മൈൽ പദ്ധതി. അപ്പോൾ സ്മൈൽ പദ്ധതി ഒരു ജനകീയ പദ്ധതിയാണെന്ന് നമുക്ക് പറയാം. കാരണം എന്താ, അത് പൊതുജനങ്ങൾക്കും കൂടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പൊതുജനങ്ങളിലെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സ്പോർട്സ് അവസരം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചത് നമ്മൾ വിദ്യാഭ്യാസ പദ്ധതികളാണ്. അതൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അടുത്തത് പട്ടിക വിഭാഗങ്ങൾക്കായുള്ള പദ്ധതികളെ കുറിച്ചിട്ടാണ് അടുത്ത നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം പഠിക്കുന്നത് ഗോത്രജ്യോതി എന്നൊരു പദ്ധതിയാണ്. ഗോത്രജ്യോതി അല്ലെ, എന്താണ് ഗോത്രജ്യോതി എന്ന് നോക്കാം. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി എന്ന് പറയുന്നത്. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി. അപ്പോൾ അടുത്തത് നോക്കാം. ഊര് അല്ലെ, ഊര്. ഇത് ഊരെന്ന് പറഞ്ഞാൽ നാട് എന്നല്ലേ അർത്ഥം വരുന്നത്. നോക്കാം, കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി. കണ്ട, ഗ്രാമ പദ്ധതി, ഗ്രാമം അല്ലെ, അവരുടെ നാട്. എൻ്റെ ഊര് അല്ലെ, എൻ്റെ ഊര്, എൻ്റെ നാട് അല്ലെ, എൻ്റെ ഗ്രാമം, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഊര് എന്ന് കേൾക്കുമ്പോൾ കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയാണ് ഊര് അല്ലെ. ഊരും ഗ്രാമവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം അല്ലെ. ഊര്, നാട്, ഗ്രാമം അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാം. അടുത്തത്, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. നല്ല പദ്ധതിയാണല്ലോ, ജനനി ജന്മരക്ഷ. ഒന്ന് നോക്കുക, എന്താണ്? കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ജനനി ജന്മരക്ഷ അല്ലെ. ആ ജന്മരക്ഷ എന്നൊക്കെ ഉണ്ട് അതിനകത്ത് അല്ലെ. പോഷകാഹാരം, നല്ല പോഷകാഹാരം കൊടുക്കണം, എങ്കിലല്ലേ അവർക്കല്ലേ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെയും നമുക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ അവരുടെ ആരോഗ്യവും അതേപോലെ സംരക്ഷിക്കണമെങ്കിൽ ആ ഒരു അവസ്ഥയിലല്ലേ, ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ നല്ല പോഷകാഹാരം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ സാമ്പത്തിക നിലവാരം മോശമാണെങ്കിലോ, അപ്പോൾ അത് മോശമാണെങ്കിൽ കൂടിയും നമുക്ക് നല്ല പോഷകാഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്ന പദ്ധതി. ശരിക്കും നമ്മൾ ഈ പദ്ധതികളൊക്കെ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് നമ്മുടെ സമൂഹത്തിലെ അല്ലെ അവശതകൾ അനുഭവിക്കുന്നവരെ നമുക്ക് ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ കാശ് കൊടുത്ത് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്തരത്തിൽ പ്രോജക്റ്റുകളുണ്ട്, പദ്ധതികളുണ്ടെന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്ത് എത്രയോ ഉണ്ട്. അപ്പം നമ്മളിത് പഠിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ പഠനത്തെ ആ രീതിയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ നമുക്കിത് എളുപ്പത്തിൽ കിട്ടും.
അപ്പോൾ ജനനി ജന്മരക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ ഊര് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ ഗോത്രജ്യോതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്, പഠിച്ചത് കൊണ്ടല്ല. പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര നൈപുണ്യ വികസന പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്നത്. അല്ലെ, നൈപുണ്യം തൊഴിൽ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നൈപുണ്യം എന്ന വാക്ക് വരുന്നത് സാധാരണ. അല്ലെ, പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര നൈപുണ്യ വികസന പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്നത്. സമന്വയ. അപ്പൊ സമന്വയ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ആദിവാസികൾക്ക് ഭവനങ്ങളിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് ഗോത്രസേവ എന്ന് പറയുന്നത്. വളരെ നല്ല പദ്ധതിയാണ് അല്ലെ, ഗോത്രസേവ. കാരണം വെച്ചാൽ അവരുടെ വീടുകളിലെത്തിയിട്ടാണ് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നത് അല്ലെ. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണല്ലോ. അപ്പോൾ ആ കാട്ടിൽ ഇപ്പോൾ ടൂറിസം ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്, അപ്പോൾ ടൂറിസം ഏരിയ ആണ്. അപ്പോൾ അവിടെ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ തന്നെ അവരുടെ ആ ഒരു പരിസരത്ത് തന്നെ അവർക്കൊരു ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ നല്ലൊരു പദ്ധതിയാണ് ഗോത്രസേവ എന്ന് പറയുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ എനിക്കിത് ജസ്റ്റ് വായിച്ചു പോകാം, പക്ഷെ അതിൽ കഥയില്ല. ഞാനിങ്ങനെ എന്തെങ്കിലും ചേർത്ത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കത് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തൊരു പദ്ധതി നോക്കാം. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി അല്ലെ. ഗോത്രസാരഥി, ഇത് നമുക്ക് ഗോത്രസാരഥി, നമുക്കൊരാളെ സങ്കല്പിക്കാം. അയാൾ എന്ത് ചെയ്യുന്നു, നേരെ ആദിവാസി ഊരുകളിൽ പോകുന്നു, എന്നിട്ട് കുട്ടികളെ കൂട്ടി സ്കൂളിൽ എത്തുന്നു. അങ്ങനെ ഒന്ന് സാരഥി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മുടെ സാരഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത് അറിയത്തില്ല, എന്നാലും നമ്മുടെ ഒരു എല്ലാം കൈകാര്യം ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെന്നുള്ള രീതിയിൽ സാരഥീനെ എടുക്കാം. അപ്പോൾ ഗോത്രസാരഥി എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ സങ്കല്പിക്കുക. അല്ല, ഒരാൾ ചെല്ലുന്നു, ആദിവാസി ഊരുകളിൽ ചെല്ലുന്നു, അവിടെ കുട്ടികളെ കൂട്ടി സ്കൂളിൽ എത്തിക്കുന്നു അല്ലെ, എന്നിട്ട് തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കുന്നു. അങ്ങനെ ഒരു ഗോത്രസാരഥി എന്നുള്ള നിങ്ങളൊരു കൺസെപ്റ്റ് ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിത്രം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗോത്രസാരഥി നിങ്ങൾക്ക് ഇനി കിട്ടാതിരിക്കത്തില്ല. അത് നിങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഗോത്രസാരഥി എന്താ? ഗോത്രസാരഥി ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ശരിക്കും പറഞ്ഞാൽ ഗോത്രസാരഥി. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരാളെ സങ്കല്പിക്കാൻ പറഞ്ഞത്, സാരഥിയായിട്ട് ഒരാളെ സങ്കല്പിക്കാൻ പറഞ്ഞത്. പട്ടികജാതി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിന് പ്രാപ്തരാക്കി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കി സ്ഥാപിച്ച കേന്ദ്രങ്ങളാണ് വിജ്ഞാൻ വാടി എന്നറിയപ്പെടുന്നത്. വിജ്ഞാൻ വാടി എന്താണ്? പട്ടികജാതി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിന് പ്രാപ്തരാക്കി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കി സ്ഥാപിച്ച കേന്ദ്രങ്ങളാണ് വിജ്ഞാൻ വാടി എന്നറിയപ്പെടുന്നത്. വിജ്ഞാൻ വാടി. ഇനി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിലയേറിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ബുക്ക് ബാങ്ക് അല്ലെ. വളരെ വളരെ മുൻകൂട്ടിയുള്ളൊരു നല്ലൊരു തീരുമാനമാണ്. കാരണം എന്താ, ശരിക്കും പറഞ്ഞാൽ അല്ലെ, പട്ടിക വിഭാഗങ്ങൾക്കൊക്കെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ വിലയേറിയ ബുക്കുകളൊക്കെ വാങ്ങിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടിട്ട് ഇറക്കിയ ഒരു പദ്ധതിയാണ് ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന പദ്ധതി. ആ പേരിൽ തന്നെ ഉണ്ട് ബുക്ക് ബാങ്ക് അല്ലെ, ബുക്കുകളുടെ ബാങ്ക് എന്ന രീതിയിൽ. അപ്പം നോക്കുക, നല്ല ഇത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ നല്ലൊരു പദ്ധതിയാണ്. പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് അല്ലെ, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിലയേറിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന പദ്ധതി. ഇനി അടുത്തത്, മറയൂരിലെ ഗോത്രജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കുറച്ച് നേരത്തെ ഒരു വീട്ടിലെത്തി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു പദ്ധതി നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഇപ്പൊ പറയുന്നത് നോക്കൂ, മറയൂരിലെ ഗോത്രജനത, ഇതെവിടെ സ്ഥലം എവിടെയാണ്? മറയൂരാണ് അല്ലെ. മറയൂരിലെ ഗോത്രജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്ന പദ്ധതി. കനിവ് എന്ന് പറയുന്ന പദ്ധതി. ഇനി നിങ്ങൾ പഠിക്കാൻ ഇത് പദ്ധതി പാടായിട്ട് തോന്നുന്നെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ അടുത്ത പദ്ധതി എന്താണെന്ന് നോക്കുക. വനവൽക്കരണ പദ്ധതികളാണ് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. വനവൽക്കരണ പദ്ധതികൾ നമ്മുടെ ഈ PSCയുടെ 65ാം വാർഷിക വിശേഷൽ പതിപ്പിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും, അതേപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ എല്ലാം വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. കാണുക, ടെലഗ്രാമിലേക്ക് വരിക. ഇതിൻ്റെയൊക്കെ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും പരീക്ഷ നമ്മൾ ടെലഗ്രാമിൽ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പങ്കെടുക്കാൻ പറ്റും. വനവൽക്കരണ പദ്ധതികളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വനവൽക്കരണ പദ്ധതികൾ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന പദ്ധതിയാണ് വനശ്രീ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ എന്താണ് വനശ്രീ? വനശ്രീ ഒന്ന് ആലോചിക്കുക, ഒന്ന് കേൾക്കുക ആദ്യം. എന്താണ് വനശ്രീ? വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന പദ്ധതിയാണ് വനശ്രീ എന്ന് പറയുന്നത് അല്ലെ. ഐശ്വര്യം എന്നുള്ളതല്ലേ ശ്രീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വനശ്രീ, അപ്പോൾ ഒരു ഐശ്വര്യം തന്നെയാണ് വനത്തെ ആശ്രയിച്ച്
ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന പദ്ധതിയാണ് വനശ്രീ എന്ന് പറയുന്ന പദ്ധതി. ഇനി അടുത്തൊരു പദ്ധതിയാണ് വനിക എന്ന് പറയുന്ന പദ്ധതി, അല്ലെ വനിക. ഈ വന എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേ നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെ വനവൽക്കരണ പദ്ധതികളാണ്. വനിക എന്ന് പറയുന്നത് എന്താ? ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന വനം വകുപ്പ് പദ്ധതിയാണ് വനിക എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വനിക എന്ന് പറയുന്ന പദ്ധതി, വനിക. ഇനി നമ്മുടെ മരം പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? കണ്ട, ഇപ്പോൾ വകുപ്പുകൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. വകുപ്പുകൾ ചോദിച്ചിട്ട് ഏതൊക്കെയാ? വിദ്യാഭ്യാസവും വനം വകുപ്പുമാണ്, അല്ലെ? വിദ്യാഭ്യാസവും വനം വകുപ്പുമാണ് നമ്മുടെ മരം എന്ന പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വകുപ്പുകൾ എടുത്തു പറയുന്നത്. ചിലപ്പോൾ അങ്ങനെയും ചോദ്യം വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് ടൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നന്നായിട്ട് ടൈറ്റ് ആകും. കാരണം എല്ലാം ഇപ്പോൾ സാമൂഹിക നീതി വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, അങ്ങനെ പല വകുപ്പുകളുടെ പരിപാടികളുണ്ട്. കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കതിർ എന്ന് പറയുന്ന പദ്ധതി, കതിർ. അപ്പോൾ എന്താണ്? കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കതിർ എന്ന് പറയുന്ന പദ്ധതി. ഇനി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആനയ്ക്കെതിരെ തേനീച്ച എന്ന പദ്ധതി, അല്ലെ? ആനയ്ക്കെതിരെ തേനീച്ച എന്നൊരു പദ്ധതി. ഇത് ആരാണ് ഇറക്കിയിട്ടുള്ളത് നോക്കിയാൽ? ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷനാണ്. കണ്ട, ഇപ്പൊ തികച്ചും വ്യത്യസ്തമായിട്ടാണ്. ചിലപ്പോൾ ഈ ഒരു ചോദ്യം ഇങ്ങനെ ആരാണെന്നുള്ള രീതിയിൽ ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റണമെന്നില്ല, അങ്ങനെ ഓർത്തിരിക്കണമെന്നില്ല. അപ്പൊ ഇത് ചിലപ്പോൾ അറിയാൻ പറ്റും, കാട്ടാനകളെ തുരത്താൻ വേണ്ടിയിട്ടാണ് ആനയ്ക്കെതിരെ തേനീച്ച എന്നുള്ള പദ്ധതി ചിലപ്പോൾ കിട്ടും. പക്ഷെ ഇതാരാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷനാണ്. മനസ്സിലായോ? അപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു ന്യൂസ് കാണുക എന്ന് വിചാരിക്കും. ഇപ്പോൾ വയനാട്ടിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ആനയെ ഇറങ്ങി, അങ്ങനെ നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ആ ന്യൂസ് കാണുമ്പോൾ നിങ്ങൾ ഏത് പദ്ധതി ഓർക്കണം? ആനയ്ക്കെതിരെ തേനീച്ച പദ്ധതി ഓർക്കണം. അത് ആരാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്? ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷനാണെന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, അല്ലെ? വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്, അല്ലെ? പലപ്പോഴും ടൂറിന് പോകുന്ന ആൾക്കാർ വനങ്ങളെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ അവിടെ ഉപേക്ഷിക്കാറുണ്ട്, അല്ലെ? അതൊന്നും ശരിയല്ല. അങ്ങനെയൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ് എന്ന് പറയുന്നത്, അല്ലെ? ഗ്രീൻ ഗ്രാസ്. നല്ല ആ പേരിൽ അതൊരു ക്ലൂ ഉണ്ട്, ഗ്രീൻ ഗ്രാസ്, അല്ലെ? ഗ്രീൻ ഗ്രാസ് എന്ന് പറഞ്ഞാൽ പച്ചപ്പുള്ള പുല്ല് എന്ന് തന്നെയാണ്, പച്ചപ്പുല്ല്, അല്ലെ? ഗ്രീൻ ഗ്രാസ്, പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. അപ്പോൾ അടുത്തൊരു പദ്ധതിയാണ് ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് ഹരിതശ്രീ. ഹരിതശ്രീ എന്ന് പറയുന്ന വനവൽക്കരണ പദ്ധതിയാണ്. ഹരിതശ്രീ വനവൽക്കരണ പദ്ധതി എങ്ങനെയാണ്? ജനപങ്കാളിത്തത്തോടെയാണ്, ജനങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് ഹരിതശ്രീ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വനവൽക്കരണ പദ്ധതി കഴിഞ്ഞു, അല്ലെ? ആരോഗ്യ പദ്ധതികൾ കഴിഞ്ഞു, വിദ്യാഭ്യാസ പദ്ധതികൾ കഴിഞ്ഞു, ഇപ്പോൾ പട്ടിക വിഭാഗങ്ങൾക്കായുള്ള പദ്ധതികൾ കഴിഞ്ഞു, വനവൽക്കരണ പദ്ധതികൾ കഴിഞ്ഞു. അടുത്ത ഒരു ലാസ്റ്റ് ടോപ്പിക്കാണ് സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ. ഇതും ഇമ്പോർട്ടൻ്റ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള പദ്ധതികൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ വനിതാ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക, സ്ത്രീകൾക്കായുള്ള പദ്ധതികളുണ്ട്, അല്ലെ? നിങ്ങളിത് പഠിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് എന്ന് വെച്ച് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നല്ല, അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കി വെക്കുക, പഠിക്കണ്ട. എന്താണ് കേരളശ്രീ? കേരളശ്രീ എന്താ? കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയാണ് കേരളശ്രീ, അല്ലെ? അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു പോവുക. എന്താണ് കേരളശ്രീ? കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയാണ് കേരളശ്രീ എന്നറിയപ്പെടുന്നത്. ഇനി കുടുംബശ്രീയുടെ 3 തൂണുകൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ്? ഇത് സൂക്ഷ്മ വായ്പ, അതേപോലെ സംരംഭകത്വം, ശാക്തീകരണം. ഇവയാണ് 3 തൂണുകൾ എന്നറിയപ്പെടുന്നത്. കുടുംബശ്രീയുടെ 3 തൂണുകൾ എന്നറിയപ്പെടുന്നത് സൂക്ഷ്മ വായ്പ, സംരംഭകത്വം, ശാക്തീകരണം. ഏതൊക്കെയാണ്? സൂക്ഷ്മ വായ്പ, സംരംഭകത്വം, ശാക്തീകരണം. ഇനി ഇത് ചിലപ്പോൾ പരീക്ഷയിൽ വരാൻ സാധ്യതയുണ്ട്. എനിക്കൊന്ന് റാങ്ക് ഫെയിലിൽ ഇല്ലാത്തൊരു പോയിന്റാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ ഇത് ചിലപ്പോൾ ഇത് വേണമെങ്കിൽ ചോദിക്കാമല്ലോ, അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല, ഒരു റയർ ഫാക്റ്റാണ് ആ കാണുന്നത്. അടുത്തത് നിർഭയ പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിലെ ഏത് വകുപ്പാണെന്ന്. കണ്ട, വകുപ്പ് ചോദിക്കുന്നത് കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, വകുപ്പ് മിക്കവാറും ചോദിക്കാറുണ്ട്. കാരണം ഡയറക്റ്റ് പ്രോജക്റ്റാണ് കഴിഞ്ഞിട വരെ ചോദിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ വകുപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷെ വകുപ്പ് പഠിക്കുന്നത് പാടാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അന്നേരം തന്നെ പഠിച്ചു പോവുക. നിർഭയ പദ്ധതി, അല്ലെ? നിർഭയ പദ്ധതി.
നിർഭയ പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിലെ ഏത് വകുപ്പാണെന്ന്? അത് സാമൂഹിക നീതി വകുപ്പാണ്. നിർഭയ പദ്ധതി സാമൂഹിക നീതി വകുപ്പാണ്. മികച്ച കുടുംബശ്രീയെ തിരഞ്ഞെടുക്കാൻ ദൂരദർശനിൽ നടത്തിയ റിയാലിറ്റി ഷോ ഏതാണ്? ഇനി ഞങ്ങൾ പറയാം അല്ലെ, ഇനി ഞങ്ങൾ പറയാം, ഇനി ഞങ്ങൾ കുടുംബശ്രീക്കാർ പറയാം, അങ്ങനെ ആലോചിക്കുക. ഇനി ഞങ്ങൾ അല്ലെ, ഇനി ഞങ്ങൾ പറയാം എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. പക്ഷെ നമ്മളത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഓർക്കാം? ഇനി ഞങ്ങൾ കുടുംബശ്രീക്കാർ പറയാം എന്നുള്ള രീതിയിൽ ആലോചിക്കുക അല്ലെ. മികച്ച കുടുംബശ്രീയെ തിരഞ്ഞെടുക്കാൻ ദൂരദർശനിൽ നടത്തിയ റിയാലിറ്റി ഷോ ആണ് ഇനി ഞങ്ങൾ പറയാം എന്നുള്ളത്. നമ്മളത് ഓർക്കാൻ വേണ്ടി ഇനി ഞങ്ങൾ കുടുംബശ്രീക്കാർ പറയാം അല്ലെ, നിങ്ങൾ കേക്ക് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ എന്ന് പറയുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഇതിന് മുമ്പ് ഞാനിത് കണ്ട പോലെ ഉണ്ട്, തെളിമ. അപ്പോൾ തെളിമ എന്ന് പറഞ്ഞാൽ എന്താ? ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ അല്ലെ. മാലിന്യം മാറ്റി വരുമ്പോൾ തെളിഞ്ഞു വരുമല്ലോ. ഓൾറെഡി മാലിന്യം മാറിക്കഴിയുമ്പോൾ തെളിമ വരും. അത് ആലോചിച്ചാൽ മതി. ഖരമാലിന്യ സംസ്കരണ പദ്ധതി തെളിമ. കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി തെളിമ. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാന്ന് നോക്കാം. ഇൻഷുറൻസ് ജീവൻ ദീപം അല്ലെ, ജീവൻ ദീപം. ഇനിയിപ്പോൾ കുടുംബശ്രീക്കാരെ നിങ്ങൾ കാണുവാണെങ്കിൽ അല്ലെ, നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടല്ലോ, ജീവൻ ദീപം എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടല്ലോ എന്ന് ചോദിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വെറുതെ നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം. ജീവൻ ദീപം ഇൻഷുറൻസ് പദ്ധതി. സർക്കാർ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി നമ്മൾ പഠിച്ചായിരുന്നു, മെഡിസെപ്പ് അല്ലെ, നമ്മൾ പഠിച്ചതാണ് മെഡിസെപ്പ്. അതേപോലെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം എന്ന് പറയുന്നത്. അടുത്ത ഒരു പോയിന്റ് നോക്കുക. ഹരിത കേരളം മിഷനും കുടുംബശ്രീ മിഷനും സംയുക്തമായി വസ്ത്ര റീസൈക്ലിംഗ് ആരംഭിച്ച പദ്ധതിയാണ് മാറ്റത്തിൻ്റെ നൂലിഴ അല്ലെ. മാറ്റത്തിൻ്റെ നൂലിഴ. ആ നൂലിഴ ഉള്ളതുകൊണ്ട് അല്ലെ വസ്ത്ര റീസൈക്ലിംഗ് എന്നുള്ള സാധനത്തെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏതൊക്കെ മിഷനാണ്? ഹരിത കേരളം മിഷനും അതേപോലെ കുടുംബശ്രീ മിഷനും. ഹരിത കേരളം മിഷനും കുടുംബശ്രീ മിഷനും തമ്മിലാണ് അല്ലെ സംയുക്തമായി വസ്ത്ര റീസൈക്ലിങ്ങിന് ആരംഭിച്ച പദ്ധതിയാണ് മാറ്റത്തിൻ്റെ നൂലിഴ. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം എന്ന് പറയുന്ന പദ്ധതി അല്ലെ. തീർത്ഥം. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം എന്ന് പറയുന്ന പദ്ധതി. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം എന്ന് പറയുന്ന പദ്ധതി. അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു പദ്ധതി പറഞ്ഞിരുന്നു. റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു പുതിയ പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പേര് ഓർമ്മയുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ പറയുന്നത് കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം. നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് റേഷൻ കടകൾ വഴി അല്ലെ കുടിവെള്ളം ലഭ്യമാക്കാൻ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ശ്രീ ഷോപ്പി എന്ന് പറയുന്നത്. ശ്രീ ഷോപ്പി അല്ലേ. അപ്പോൾ എന്താണ്? കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ശ്രീ ഷോപ്പി എന്ന് പറയുന്ന പദ്ധതി. അതിഥി തൊഴിലാളികൾക്കുള്ള കുടുംബശ്രീ പദ്ധതിയായ ഹമാരാ ഭായ് ഓർ ബഹൻ ആരംഭിച്ച ആദ്യ ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയാണ് അല്ലേ. നല്ലൊരു പോയിന്റ് ആണല്ലോ. അതിഥി തൊഴിലാളികൾക്കുള്ള കുടുംബശ്രീ പദ്ധതിയായ ഹമാരാ ഭായ് ഓർ ബഹൻ ആരംഭിച്ച ആദ്യ ജില്ല പാലക്കാടാണ്. ജസ്റ്റ് ഇതൊന്ന് റിഫ്രഷ് ചെയ്തേക്കാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ശ്രീ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പദ്ധതിയാണ്. സൂക്ഷ്മ വായ്പ സംരംഭകത്വം ശാക്തീകരണം കുടുംബശ്രീയുടെ 3 തൂണുകളാണ്. സാമൂഹിക നീതി വകുപ്പാണ് നിർഭയ പദ്ധതി നടപ്പാക്കുന്നത്. ഇനി ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞത് മികച്ച കുടുംബശ്രീയെ തിരഞ്ഞെടുക്കാൻ ദൂരദർശനിൽ നടത്തിയ റിയാലിറ്റി ഷോയാണ്. തെളിമ എന്താണെന്ന് ചോദിച്ചാൽ അത് കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം. ഹരിത കേരളം മിഷനും കുടുംബശ്രീ മിഷനും സംയുക്തമായി വസ്ത്ര റീസൈക്ലിങ്ങിന് ആരംഭിച്ച പദ്ധതിയാണ് മാറ്റത്തിന്റെ നൂലിഴ. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം. ഇനി ശ്രീ ഷോപ്പി എന്താന്ന് ചോദിച്ചാൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ശ്രീ ഷോപ്പി. അതിഥി തൊഴിലാളികൾക്കുള്ള കുടുംബശ്രീ പദ്ധതിയായ ഹമാരാ ഭായ് ഓർ ബഹൻ ആരംഭിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട് ജില്ല. ഇനി ബാക്കി നോക്കുക. സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനൽ എന്ന് പറയുന്നത്. എന്താണ്? സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന ശിശു വികസന വകുപ്പ്. കണ്ട, ആരാണ്? സംസ്ഥാന ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനൽ എന്ന് പറയുന്ന പദ്ധതി. മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ പെൺമക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് തീര നൈപുണ്യ പദ്ധതി. അപ്പോൾ എന്താണ് തീര എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം തീരപ്രദേശവുമായിട്ട് കണക്റ്റഡ് ആണ് എന്നറിയാം അല്ലേ. മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ പെൺമക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് തീര നൈപുണ്യ പദ്ധതി അല്ലേ.
അപ്പോൾ അടുത്തത് കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് എന്ന് പറയുന്നത്. ഹോം ഷോപ്പ് പദ്ധതി അല്ലെ. ഹോം ഷോപ്പ് പദ്ധതിയും നമ്മൾ തൊട്ടു മുമ്പ് ഒരു ശ്രീ വെച്ചിട്ടൊരു പദ്ധതി പഠിച്ചല്ലോ, ശ്രീ ഷോപ്പി എന്നൊരു പദ്ധതി അല്ലെ. ഇത് തമ്മിൽ സാമ്യമുണ്ട് അല്ലെ. കുടുംബശ്രീ, ഇതിയുടെ ശ്രീ ഷോപ്പി നോക്കുക, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ശ്രീ ഷോപ്പി എന്ന് പറയുന്ന പദ്ധതി. അതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്താണ്? ഹോം ഷോപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെ. ഹോം ഷോപ്പ് എന്താണ് നോക്കുക. കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് പദ്ധതി. സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമം അല്ലെ. സ്ത്രീ സമത്വം, അതായത് സമം അല്ലെ, ഈക്വൽ. സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പാണ് അല്ലെ. അതാണ് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമം എന്ന് പറയുന്ന പദ്ധതി. ഇനി സ്ത്രീ നോക്കുക, നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം എന്തെന്ന്. അത് സ്ത്രീ സുരക്ഷിതത്വമാണ് അല്ലെ. നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷിതത്വമാണ്. അപ്പം നമുക്കതിൻ്റെ ബാക്കി കൂടെ നോക്കാം. നമുക്ക് ചിലപ്പോഴേ ഇനിയിപ്പോൾ ആ കൂടെ ഒരു 100 താഴെയുള്ള ദിവസങ്ങളെ കിട്ടൂ. 90 ദിവസത്തിനടുത്ത് 90 ദിവസങ്ങളിനടുത്താണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമയം നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ തന്നെ പ്രോജക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നും. പക്ഷേ ഒന്നെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് പിന്നീട് കേൾക്കുക, അല്ലെങ്കിൽ പഠിക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല. അത് പഠിക്കുക. അത് തൽക്കാലം അടുത്തൊരു 100 ദിവസത്തെ മെനക്കേടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ടേൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ജോലി, സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ടേൺ ചെയ്യുകയാണെന്നുള്ളത് ഓർക്ക്. അതുകൊണ്ട് മടുപ്പായിട്ടൊന്നും തോന്നണ്ട. പ്രോജക്റ്റുകൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. കുറച്ചുകൂടെ ഉള്ളൂ, നമുക്ക് അതോട് തീർക്കാം. നമുക്ക് നോക്കുക, ഇവിടെ K-WINS എന്നൊരു പദ്ധതിയെക്കുറിച്ചാണ്. കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ടപ്സ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതെന്താണെന്ന് നോക്കാം. സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് K-WINS. എന്താണ്? സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് K-WINS എന്ന് പറയുന്ന പദ്ധതി. കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ടപ്സ് എന്നാണ് K-WINSന്റെ പൂർണ്ണരൂപം. എന്താണ്? കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ടപ്സ്. അടുത്തത് കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം അല്ലെ. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോർത്ത്. നല്ല ആപ്റ്റായിട്ടുള്ളൊരു പേരല്ലേ, കാതോർത്ത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിന് കാതോർത്തിരിക്കുകയാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് അല്ലെ. എന്താണ്? സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനായിട്ട് കാതോർത്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ്. ഇപ്പം കിട്ടിയല്ലോ. അടുത്തത് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം എന്ന് പറയുന്നത്. ആശാ കിരണം അല്ലെ. നമ്മൾ നേരത്തെ ജീവൻ ദീപ് അങ്ങനെ ഒരു പദ്ധതി പഠിച്ചില്ലേ, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കുടുംബശ്രീ അല്ലെ. കുടുംബശ്രീയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ പഠിച്ചു അല്ലെ. ഇപ്പോൾ പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ജീവൻ ദീപം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. കുടുംബശ്രീയുടെ. ഇപ്പം നമ്മൾ പറയുന്നത് ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം അല്ലെ. ആശ എന്നൊരു കീവേഡ് കിടപ്പുണ്ട്. ആശാ വർക്കർമാർക്കുള്ള ഇൻഷുറൻസ് ആണ് ആശാ കിരണം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നോക്കുക, ഇവിടെ നോക്കുക, ഒരു കാർ അല്ല ഒരു പിക്ചറൊക്കെ ഉണ്ട്, ഒരു ടാക്സി സർവീസ് അല്ലേ. അതെന്താണ്? വനിതകൾക്കുള്ള ടാക്സി സർവീസാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത് അല്ലേ. വനിതകൾ നിൽക്കുന്നു. വനിതകൾക്കായുള്ള ടാക്സി സർവീസാണ് ഷീ ടാക്സി സർവീസ് എന്ന് പറയുന്നത്. ഷീ ടാക്സി അല്ലേ. ഷീ ടാക്സി എന്താണ്? വനിതകൾക്കായുള്ള ടാക്സിയാണ് ഷീ ടാക്സി എന്ന് പറയുന്നത്. അടുത്തത് ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത് അല്ലെ. ദൂത്. ആ തപാൽ വകുപ്പ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ദൂത് എന്നുള്ളൊരു വാക്ക് മാത്രം മതി അല്ലെ. ദൂത് വരുമ്പോൾ നമുക്കറിയാം ഇത് തപാൽ വകുപ്പ് ഉണ്ട്, അതിൽ പങ്കാളിയാണെന്ന് നമുക്ക് ആ ഒരു ക്ലൂ നമുക്ക് കിട്ടും അതിനകത്ത് നിന്ന്. അപ്പോൾ എന്താണ്? ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത് എന്ന് പറയുന്ന പദ്ധതി. അടുത്തൊരു പദ്ധതിയാണ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വായ്പ നൽകാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുമിത്രം എന്ന് പറയുന്ന പദ്ധതി. സുമിത്രം അല്ലെ. എന്താണ് സുമിത്രം പദ്ധതി? ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട
ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയായിട്ടുള്ള ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വിവാഹത്തിന് വായ്പ നൽകാൻ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് എന്താണ് സുമിത്രം എന്ന് പറയുന്ന പദ്ധതി. ഇനി നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇതേപോലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതൊക്കെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ, അങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതെന്ന് ഇവിടെ പറയുന്നില്ല, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വായ്പ നൽകാൻ ആരംഭിക്കുന്ന പദ്ധതി എന്നാണ് സുമിത്രം പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അക്രമത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രമാണ് സ്നേഹിത എന്ന് പറയുന്നത് സ്നേഹിത. അപ്പോൾ എന്താണ്? അക്രമത്തിനിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രമാണ് സ്നേഹിത എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എൻ്റെ കൂട് എന്ന് പറയുന്ന പദ്ധതി. ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഇത് ഇതിനു മുമ്പ് ചോദിച്ചൊരു പ്രോജക്റ്റാണ് എൻ്റെ കൂട്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സംരംഭമാണ് എൻ്റെ കൂട് എന്ന് പറയുന്ന പദ്ധതി. ഏകാശ്രയമായ കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമായി വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിജീവിക എന്ന് പറയുന്ന പദ്ധതി. എന്താണ്? ഏകാശ്രയമായ കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമായി വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിജീവിക എന്ന പദ്ധതി. അതിജീവിക. അടുത്തൊരു പദ്ധതി നോക്കുക. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിങ്ങും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും ഹോമിയോപ്പതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്ന പദ്ധതി. സീതാലയം. ഇത് സീതാലയം എന്ന് പറയുന്ന പദ്ധതി ഹോമിയോ വകുപ്പിന്റെ പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്ന പദ്ധതി. ഇത് ഓർത്തിരിക്കുക, ഇത് കണക്ട് ചെയ്യണം. സീതാലയം എന്ന് പറയുന്ന പദ്ധതി അത് ഹോമിയോ വകുപ്പിന്റെ പദ്ധതിയാണ്. അപ്പോൾ എന്താണ്? സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിങ്ങും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും ഹോമിയോപ്പതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്ന പദ്ധതി. ഇനി അടുത്തത്, വിധവകളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പടവുകൾ. വിധവകളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷൻ കിട്ടുന്നതിനാണ് ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്ന പദ്ധതി. പടവുകൾ. അപ്പോൾ ഓർത്തിരിക്കുക. അടുത്ത ഒരെണ്ണമാണ് മാതൃജ്യോതി. എന്താണ്? വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആദ്യ 2 വർഷം മാസം തോറും 2000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതി എന്താ? വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആദ്യ 2 വർഷം മാസം തോറും 2000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതി. അടുത്തൊരു പദ്ധതി നോക്കാം. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് നൽകുന്നതിന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് നൽകുന്നതിന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത്. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്ര സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. എന്താണ് മാതൃയാനം പദ്ധതി? പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. പ്രസവം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ സർക്കാർ തന്നെ കാറ് അല്ലെങ്കിൽ പോകാനുള്ള യാത്രാ സൗകര്യം അറേഞ്ച് ചെയ്തു തരും. അതാണ് മാതൃയാനം എന്ന് പറയുന്ന പദ്ധതി. കേരള സർക്കാർ നടപ്പിലാക്കിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് അമ്മ മനസ്സ് എന്ന് പറയുന്നത്. എന്താണ്? കേരള സർക്കാർ നടപ്പിലാക്കിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് അമ്മ മനസ്സ് എന്ന് പറയുന്നത്. ചൂഷണത്തിന് വിധേയരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം ലഭ്യമാക്കി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ്. പുനരധിവസിപ്പിക്കാനുള്ള
പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്ന പദ്ധതി. ഇത് നോട്ട് ചെയ്യണം. ചിലപ്പോൾ നേരിട്ട് ചോദിച്ചില്ലെങ്കിൽ ഓപ്ഷൻസിൽ കാണും. ചൂഷണത്തിന് വിധേയരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം ലഭ്യമാക്കി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇത്രയും പദ്ധതികളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി ഭിന്നലിംഗക്കാർക്കായുള്ള പദ്ധതികളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അല്ലെങ്കിൽ ആകെ കൂടെ നമ്മൾ ബുദ്ധിമുട്ടായി പോകും അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഓരോ പദ്ധതികളും ചിലപ്പോൾ ഓരോ പ്രസ്താവനയാക്കി കൊടുക്കുക, അതിലേതെങ്കിലും ഒരെണ്ണം തെറ്റിച്ചു കൊടുക്കുക, എന്നിട്ട് ശരിയേതെന്നോ തെറ്റേതെന്നോ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ കണ്ടു വേണം നിങ്ങളിത് പഠിക്കാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ റിവേഴ്സ് ഓർഡറിൽ പഠിക്കാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ ചാനലും ഇവിടുത്തെ പങ്കുവയ്ക്കുന്ന വിവരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതിനേക്കാൾ അധികം ഇതൊന്ന് നിങ്ങൾ മറ്റു ഗ്രൂപ്പുകളിലേക്കോ സുഹൃത്തുക്കൾക്കോ ഷെയർ ചെയ്ത് സഹകരിക്കുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.